ഇന്ന് ബ്ലാക്ക് കടല വെച്ചിട്ടുണ്ടാക്കാവുന്ന ചന ബട്ടർ മസാലയാണ്. ഇതിന് തലേ ദിവസം തന്നെ അരക്കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു. നന്നായിട്ട് രാവിലെ കഴുകിയെടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വെക്കുന്നുണ്ട്. ചെറിയ ബർണറിലാണ് വെക്കുന്നത് കേട്ടോ, എന്നാലേ കടല വേഗം വെന്ത് കിട്ടുള്ളൂ. പിന്നെ കടല 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. തീരെ ചെറിയ കടലയുണ്ട്, അത് വേവുകയില്ല. ഇതൊരു മീഡിയം സൈസ് കടലയാണ്, അത് നന്നായിട്ട് വേവുകയും ചെയ്യും, സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇതില്ലാത്തവർക്ക് വെള്ളക്കടല വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. കടല എപ്പോഴും നന്നായിട്ട് വെന്തെങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഗ്രേവിക്ക് ഒരു കുറുകിയ ഗ്രേവി ആവുകയും ചെയ്യുള്ളൂ. പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ട ഗരം മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ കുറച്ച് ഗരം മസാലകൾ മതി. 2 കഷ്ണം ചെറിയ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഏലക്കായ, ബിരിയാണി ഏലക്കായ, 2 ചെറിയ ഏലക്കായ, പിന്നെ ഒരു തക്കോലം, ഒരു 2-3 ഗ്രാമ്പു, 2-3 ചെറിയ ജാതിപത്രി. ഇത് കഷ്ണമാണ് കേട്ടോ, 2-3 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 3 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഞാൻ ഒരു പച്ചമുളക് വലുതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1.5 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊന്നും ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ചിട്ടില്ല. പക്ഷേ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഞാൻ മേത്തി ഇട്ടിട്ടുണ്ട്, കസൂരി മേത്തി ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഗരം മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കറുകപ്പട്ടയും തക്കോലവും ഗ്രാമ്പും ഏലക്കായകളും എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തീ കത്തിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 സെക്കൻഡോ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്, കസൂരി മേത്തി കഴിക്കും. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു. ഇനിയാണ് അതിലേക്ക് നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, കാരണം ഇതൊന്നും വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സവോള നമ്മൾ പതിവ് പോലെ വഴറ്റാനായിട്ട് വെക്കണം. ബ്രൗൺ ഒന്നും ആവണ്ട, വഴറ്റാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നോൺ സ്റ്റിക്കോ ട്രൈപ്ലയോ അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇത്തിരി വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ കൊടുത്താൽ മതി. വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് അടുക്കി പിടിക്കാതിരിക്കും. ഇനി ഇത് നന്നായിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. ഞാനൊരു 1.5 ടീസ്പൂൺ കശ്മീരി മുളകാണ് ഇടുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ചെറിയ ജീരകം. അതൊരു 1/2 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. അത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ, അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്ന ഇതാണ്. ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരുപാട് വറക്കുകയൊന്നും വേണ്ട, പക്ഷേ ഏതാണ്ട് നല്ല മസാലകളൊക്കെ ചേർന്ന് പച്ചമണമൊക്കെ പോയി ഈ ഒരു പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുക. 3 ടൊമാറ്റോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് അത് വേവാൻ ആവശ്യമായ ഒരു 1/4 കപ്പ് മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട. 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വരുമ്പോഴത്തേക്ക് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ള് ചാറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ഇടാമേ. ഞാനൊരു നുള്ള് ഗരം മസാല ഇടുന്നുണ്ട്, എനിക്ക് ചാറ്റ് മസാല ഇല്ല. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാവൂ. പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒന്നും കൂട്ടി അരയ്ക്കരുത് കേട്ടോ, വെള്ളം ഇല്ലാതെ തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇനി ജാറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അതിലിട്ടിരിക്കുന്ന ബേ ലീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബേ ലീഫോ അല്ലെങ്കിൽ തക്കോലോ അതൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. കടല വേവിക്കുമ്പോൾ ഒരു ബേ ലീഫ് ഇടേണ്ടതായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ആ ബേ ലീഫ് കുക്കറിലിട്ടിട്ട് വേവിച്ചാലും മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ മസാലകളിലൂടെ ഇട്ടാലും മതി. തക്കോലൊക്കെ എടുത്ത് മാറ്റുവാണ്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ മാറ്റിയേക്കുക. എന്നിട്ട് ഇതുപോലെ പേസ്റ്റാക്കി കൊണ്ടുവരിക. ഇനി ഞാൻ ആ പഴയ പാൻ തന്നെ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അത് കഴുകാനൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവി അതിലിട്ടിട്ട് നന്നായി വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി ബാക്കിയുണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അതുകൂടെ കലക്കി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പതിവ് പോലെ ഇത് വഴറ്റാനുള്ള മടി കൊണ്ട് ഞാനൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുറച്ച് നേരം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സാജീരകം ഇട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അത് മസ്റ്റല്ല. ഇനി കടലയും കൂടി ഇട്ട് കൊടുത്തു, കടലയിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴാണ് ഇട്ടത് കേട്ടോ. പിന്നെ കാഷ്യൂ പേസ്റ്റോ അല്ലെങ്കിൽ ക്രീമോ ഒഴിക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഒരു 2 ടേബിൾ സ്പൂൺ മിൽമ പാലാണ് ഒഴിച്ചത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉലുവേലയാണ്, അതായത് നമ്മുടെ കസൂരി മെത്തിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു നുള്ളു ഗരം മസാലയും കൂടെ മുകളിലാക്കിയിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. ഇനി അത് ഒരു 5 മിനിറ്റ് സ്റ്റവ് ഓഫാക്കിയിട്ട് തന്നെയാണ് അടച്ചു വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.